അമ്മോ, എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ സംഭവം കണ്ടത്. നീ എന്താ ചിരിക്കണത്? നിനക്ക് പേ ഇളകിയ? ഇപ്പം ബാങ്ക് റോബറി അങ്ങനത്തെ ഒരു റിലേറ്റഡ് ആണ്. അപ്പൊ നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ എന്തെങ്കിലും ബാങ്ക് റിലേറ്റഡ് മൊമെന്റ്സ്? എവിടെ നിന്ന് കിട്ടിയോ തനിക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ? ആഗ്രഹം ഉണ്ടായിട്ടല്ല, ഇതിലും ചേർച്ചുള്ള വേറെ ഏത് തൊഴിലാ അത്ര പെട്ടെന്ന് കിട്ടുക? ഒരു കുറവില്ലല്ലോ നിന്റെ വിവരക്കേട്. ചേട്ടാ അങ്ങനെ പറയല്ലേ. ഇവന്മാരെല്ലാം എന്നെ നാണം കെടുത്തും. നീ അപ്സെറ്റ് ആവാതിരിക്കുക. എങ്ങനെയാണോ അപ്സെറ്റ് ആവാതിരിക്കുക? 2 മാസം കട്ടാ. കുഴപ്പമായി എന്നാ തോന്നുന്നത്. നീ തന്നെ കട്ട് ചെയ്ത് എന്താ? അല്ല, ഞാൻ പറഞ്ഞവര് കട്ട് ചെയ്തോളാം. അതൊന്നും മോഹിച്ച് ഈ പണിക്ക് നിൽക്കണ്ട, പറഞ്ഞേക്കാം. ക്ഷമിക്കണം, ഞാൻ അറിയാതെ. മനസ്സിലായി. മറ്റുള്ളവരാരും ഇത് ചെയ്യില്ല. ശീലിച്ചു പോയതാ. എന്നാ ആ ശീലം അങ്ങോട്ട് മാറ്റി വെക്കണം. മനസ്സിലായോ? മണ്ടത്തരം കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഇല്ല ഇല്ല ഇല്ല. ഉണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ എന്തെങ്കിലും ബാങ്ക് റോബറി എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ആ ഫലിതം കുട്ടി ഞങ്ങളുടെ ഇഷ്ടമായില്ല തോന്നുന്നു. അല്ല, ഞാൻ എന്തെങ്കിലും അവിവേകം പറഞ്ഞോ? ഏയ് ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം ചോദിക്കാം. ബാങ്ക് ബാലൻസ് എത്രയാ? ഓ മൈ ഗുഡ്നസ്, ഓ മൈ ഗോഡ്. എനിക്ക് അത്യാവശ്യം നല്ല ബാങ്ക് ബാലൻസ് ഉള്ളതാണ്. സി, ഞാൻ ബേസിക്കലി ധനികനാണെങ്കിലും ഒരു സാധാരണക്കാരനാണ്. സാറാണ് സാമ്പത്തികമായിട്ടൊക്കെ സഹായിച്ചത്. ചാരിറ്റി ഈസ് അവർ ഡ്യൂട്ടി, യു നോ. അപ്പൊ ഞാൻ കുറച്ച് ഇത് പറയാം. അതിൽ നിങ്ങൾ സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് ഏത് പാർട്ട്ണറിനെ ആയിരിക്കും കൊണ്ടുപോകുന്നതെന്ന് പറയണം, റീസണും പറയണം. എന്താ? ഒന്നുമില്ല, മനസ്സ് പതറരുത്. ഓക്കെ. വെള്ളമടിക്കാൻ വെള്ളമടിക്കാൻ ഞാൻ ഇപ്പൊ വെള്ളമടിക്കാത്തത് കൊണ്ട് അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. ഇല്ല, എന്നാലും ഞാൻ വെള്ളമടിക്കാൻ അജു തന്നെ. സംശയിക്കണ്ട, ഞാൻ എന്തു പറഞ്ഞാലും അവൻ കേൾക്കും. ഞങ്ങൾ ഒരുമിച്ച് കളിച്ചു വളർന്ന വരുമ്പം കണ്ടില്ലേ, എപ്പോഴും കളിയും തമാശയും തന്നെ. അജു വർഗീസ്. എന്താ പടയപ്പയാ? അജു വർഗീസ്. അപ്പൊ ആണല്ലോ, അങ്ങനെയാണ് കുട്ട. ഇനി നമുക്ക് കുറച്ചു കാലം ഈ വഴിക്കാർ പിടിച്ചു നോക്കിയാലോ? പിന്നെ തൊണ്ടക്കൽപ്പ കിച്ച് കിച്ചൊക്കെ ഉണ്ടാവും. അത് പിന്നെ ഏത് പണിയായാലും അതിന്റേതായ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവില്ലേ? ബേസിൽ ചേട്ടന്റെ കാര്യം പറഞ്ഞപ്പം ഫസ്റ്റ് വർഷങ്ങൾക്ക് ശേഷം ഇറങ്ങുന്ന സമയത്ത് ബേസിൽ ചേട്ടനെ ധ്യാൻ ചേട്ടനെ ഒന്ന് എയറിൽ കയറ്റിയായിരുന്നു. ആര് പറഞ്ഞു? അതൊക്കെ ഞാൻ അറിഞ്ഞു. സംഭവം ശരിയാ. പിന്നെ പോക്കൃത്തല്ലേ അവര് കാണിക്കുന്നത്? അതിനുശേഷം തിരിച്ച് എയറിൽ കയറ്റിന്നൊക്കെ ഒരു വീഡിയോ വന്നായിരുന്നു. ഈ ആഴ്ച കാഴ്ച ഏറെ കയറുന്ന നീ ഇത് ചോദിക്കുന്ന എനിക്ക് മനസ്സിലാവത്തില്ല. പ്ലീസ്. കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല. വാ. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.